അടി കൊടുത്തു കഴിഞ്ഞു. ഇനി എങ്ങനെ ഏത് രീതിയിൽ അടിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ സൈന്യമാണ്. മലയാളികളുടെ രീതിയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ തുടങ്ങി വെച്ചു. ഇനി കൂട്ടുപലിശയടക്കം നൽകി അങ്ങ് അവസാനിപ്പിച്ചേക്കണം. അതെ, ഏതൊരു ഇന്ത്യക്കാരനും ആത്മാർത്ഥമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആഗ്രഹിക്കുന്ന സമയമാണിത്. പാകിസ്ഥാന്റെ ഇടനെഞ്ചിൽ മിന്നലായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ മുൻകാലങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്ത് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളാണ് സർജിക്കൽ സ്ട്രൈക്ക് അഥവാ മിന്നൽ ആക്രമണം. 44 സൈനികരുടെ ജീവൻ പൊലിഞ്ഞ പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ വകവീട്ടിയത് ബാലാകോട്ടിൽ സംഹാരയുദ്ധം നടത്തിയായിരുന്നു. അടിവാങ്ങി മടങ്ങിപ്പോകുന്ന പഴയ ഇന്ത്യയല്ല, അടിച്ചാൽ പലിശയും കൂട്ടുപലിശയും ചേർത്ത് മടക്കി നൽകുന്ന ഇന്ത്യയാണെന്ന് ലോകത്തിന് തന്നെ വ്യക്തമാക്കിയ ആക്രമണമായിരുന്നു ബാലാകോട്ട്. 2019 ഫെബ്രുവരി 14 ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ 40 CRPF സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ. 12-ാം ദിവസം പുലർച്ചെ മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്ന് 12 മിറാഷ് 2000 മൾട്ടി റോൾ സ്ട്രൈക്ക് വിമാനങ്ങൾ പറന്നുയർന്നു. ബാലാകോട്ടായിരുന്നു ലക്ഷ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം നിരവധി ഭീകര ക്യാമ്പുകളാണ് തകർന്നത്. വ്യോമസേനയുടെ അതിവിദഗ്ധരായ പൈലറ്റുമാർ നിയന്ത്രിച്ച ഫൈറ്റർ ജെറ്റുകൾ 2 ദിശകളിൽ നിന്ന് ബാലാകോട്ടിലേക്ക് ഇരച്ചു കയറി. ഒട്ടേറെ ഭീകരരും കൊല്ലപ്പെട്ടു. പരിഭ്രാന്തരായ പാകിസ്ഥാൻ വ്യോമപാതകളും അടച്ചു. മൂസഫർബാദ്, ബാലാകോട്ട്, ചകോട്ട് മേഖലകളിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. 12 മിനിറ്റ് കഴിഞ്ഞ് പാകിസ്ഥാൻ റഡാറുകൾക്ക് മുകളിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ തിരികെ പറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. ഉപഗ്രഹ സഹായത്തോടെയാണ് ബോംബുകൾ വർഷിച്ചത്. സാറ്റലൈറ്റ് ഗൈഡഡ് ബോംബുകളായ സ്പേസ് 2000 മിറാഷ് യുദ്ധവിമാനത്തിൽ നിന്നാണ് തൊടുത്തത്. 2016 സെപ്റ്റംബർ 18 ഇന്ത്യയെ പ്രകോപിപ്പിച്ച ഉറി ആക്രമണം. 17 ജവാന്മാരായിരുന്നു സൈനിക ക്യാമ്പിൽ വീരമൃത്യു വരിച്ചത്. 19ഓളം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ 2016 സെപ്റ്റംബർ 28 അർദ്ധരാത്രി ഇന്ത്യ തിരിച്ചടിച്ചു. ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യക്കെതിരെ ആയുധം മൂർച്ച കൂട്ടി ആക്രമണത്തിന് സജ്ജരായി കാത്തിരുന്ന ഭീകര കേന്ദ്രങ്ങളാണ് കരസേനയുടെ പാരാട്രൂപ്പ് വിഭാഗം മണിക്കൂറുകൾക്കുള്ളിൽ തകർത്ത് കളഞ്ഞത്. എല്ലാ സൈനികരും സുരക്ഷിതരായി തിരികെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഭീകരാക്രമണങ്ങൾക്ക് പകവീട്ടി ഇന്ത്യ നടത്തിയ മിന്നലാക്രമണങ്ങൾ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പേറ്റിയതും. പഹൽഗാമിൽ 26 പേരുടെ രക്തം ചീന്തിയിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ എവിടെ വെച്ച് പകവീട്ടണമെന്ന കാര്യത്തിൽ പുലിക്കുട്ടികളായ ഇന്ത്യൻ സൈനികർക്ക് വ്യക്തമായ ബോധവുമുണ്ട്. അതുകൊണ്ട് ഒന്നേയുള്ളൂ പറയാൻ: ഹൗ ഈസ് ദ ജോഷ്?